വെൽക്കം ബാക്ക് ടു ഷീസ് ഫ്ലേവേഴ്സ്. ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ കറിയാണ്. ചെമ്മീൻ മസാല കറിയാണ്. മസാല ചേർത്ത ചെമ്മീൻ കറി. ചെമ്മീൻ ഒരു 250 ഗ്രാം, പൊട്ടറ്റോ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഓണിയൻസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് 2 5-6 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, പച്ചമുളക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇനി പാൻ അടുപ്പിൽ വെച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കടുകിടാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ കൂടി ഇടണം. ഉലുവയും കടുകും ഒക്കെ ഒന്ന് പൊട്ടിയ ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ചേർക്കാം. അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെയാണ്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് ഈ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറാണ്. അപ്പം കറിക്കും ആ ഒരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് സവാള ചേർക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞതാണ്, വളരെ ചെറുതല്ല എങ്കിലും ചെറിയ പീസ്. ഇതിലേക്ക് ഇനി വേണ്ടത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. തക്കാളി നമ്മൾ പേസ്റ്റ് ചേർക്കുന്നില്ലെങ്കിൽ 2 ചേർക്കാം. ഇത് ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. കാശ്മീരി ചില്ലി ഒരു വലിയ ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടിയാണിത് 1/2 ടീസ്പൂൺ. ഇത്രയാണ് അത് ചേർക്കാൻ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ മുളക് പൊടി ചേർക്കാം. കാശ്മീരി ചില്ലി 1.5 ടീസ്പൂൺ ഉണ്ട്. ഞാൻ എരിവില്ലാത്തതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തതാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂണുള്ളൂ. പൊടികളെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് തക്കാളി ചേർക്കുക. ഇനി ടൊമാറ്റോ പേസ്റ്റ് കുറച്ച് ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ട് കുഴമ്പ് പരുവത്തിലാക്കിയെടുക്കണം. നന്നായിട്ട് തക്കാളിക്ക് വെന്ത് നല്ല മാഷ് ചെയ്ത് നല്ലൊരു ഫോമിലായ ശേഷം വെള്ളം ചേർക്കാവുള്ളൂ. ഞാൻ തേങ്ങാപ്പാലിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. നന്നായിട്ട് വഴറ്റി എടുക്കുക. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുക. 1 കപ്പ് തേങ്ങാപ്പാൽ, 1/2 മുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാലിൽ ഇങ്ങനെ വേവിക്കുമ്പോൾ ഈ ചെമ്മീൻ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇതിപ്പം ഈ കറി നമുക്ക് ഈ ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്ന ഒരു നല്ല കറിയാണ്. ഇനി ഇതിലേക്ക് ചെമ്മീൻ ചേർക്കാം. പൊട്ടറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതും ചേർക്കാം. ചെമ്മീൻ അധികം വേവൊന്നുമില്ല, അപ്പോൾ പൊട്ടറ്റോ വേകുന്ന അത്ര സമയം മതി ചെമ്മീൻ വേകാൻ. അപ്പോൾ അത്ര സമയം കുക്ക് ചെയ്താൽ മതി.
ഇനി പൊട്ടറ്റോസും കൂടെ ഇതിനകത്തേക്ക് ഇടാം. പൊട്ടറ്റോസ് ഇടണം നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക ഇടാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്തെങ്കിലും ഇട്ട് ഇങ്ങനെ വെക്കുന്നതാണ് ഒരു ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. കറിവേപ്പില ചേർക്കാം കേട്ടോ ഇതിലേക്ക്. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. പിന്നെ മൂടി വെച്ച് അത് വേവിക്കുക. ആ കറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. പൊട്ടറ്റോസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ചെമ്മീനാണെങ്കിലും പെട്ടെന്ന് വേകും. അപ്പോൾ കറി പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറിയാണ്, വളരെ ടേസ്റ്റിയാണ്. കറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ചുകൂടെ ചാറ് വറ്റിച്ചെടുക്കണമെങ്കിൽ കുറച്ചധികം സമയം ഇങ്ങനെ അടുപ്പിൽ വെച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ചാറ് വേണമെങ്കിൽ ഈ ഒരു ഇതിലെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടു. മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ കറിവേപ്പില ഇടാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മല്ലിയില ഇട്ടത്. നമ്മുടെ കറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.